വെൽക്കം ടു ദിശ അക്കാഡമി. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയും വ്യക്തമാണെന്നും അതുപോലെ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എല്ലാവരും പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും ഒക്കെ നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ചാനലിന്റെ തന്നെ വീഡിയോ സെക്ഷനിൽ ചുവടെ അത് ലഭ്യമാണ്. നമ്മുടെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് അതിന്റെ സിലബസ് ബ്രേക്ക് ഡൗൺ, ചോദ്യങ്ങളുടെ തരങ്ങൾ, ഓരോ ചോദ്യങ്ങളെയും എങ്ങനെ നേരിടാം എന്നതിനെ പറ്റിയിട്ടുള്ള ടിപ്സ്, ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചു പോകുന്നുണ്ട്. യെസ്, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഭയങ്കര സുഗമമായി കൈകാര്യം ചെയ്യാൻ കൃത്യമായ അടിത്തറ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടു. നമുക്കറിയാം, നമ്മൾ ഇനി എത്ര വലിയ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാലും, എത്ര ദൃഢതയുള്ള കട്ടകൾ കൊണ്ട് പണിതതാണെന്ന് പറഞ്ഞാലും, അടിസ്ഥാനത്തിന് ബലമില്ലെങ്കിൽ, തറയ്ക്ക് ബലമില്ലെങ്കിൽ നിശ്ചയമായും അത് തകർന്ന് തരിപ്പണമാകും, അല്ലെ? അപ്പൊ ആ അടിത്തറ ബലവത്താക്കാനുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ പണിക്കൊക്കെ പണിക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മേസ്തിരി സൈറ്റിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പണിയായുധങ്ങൾ എടുക്കാതെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും പണിക്ക് പോകുന്നതിന് മുമ്പ് പണിയായുധങ്ങൾ കയ്യിൽ കരുതും, അതും കൊണ്ടേ സൈറ്റിൽ പോകത്തുള്ളൂ. ഇപ്പൊ തേപ്പിന്റെ പണിക്ക് പോകുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ, അവരെന്താണ് ചെയ്യുക? ഒരു മിനിമം എന്തറിവുണ്ടാവണം തേപ്പിന് പോകണമെങ്കിൽ? സിമന്റ് കുഴയ്ക്കാനുള്ള ഒരു അറിവെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവണം. അതുപോലെ ഇംഗ്ലീഷ് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്നിനെ പറ്റിയും നമുക്ക് സംസാരിക്കാം ഈ വീഡിയോയിലൂടെ, കേട്ടോ? യെസ്, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ദിശയെ കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ യാത്രയുടെ ഭാഗമാക്കണേ എന്നൊരു അപേക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചേ. നോക്കൂ, നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് SVO. എന്താണ് നോക്കണ്ടേ? എസ് എന്ന് പറഞ്ഞാൽ എസ് ഫോർ സബ്ജക്റ്റ്. ഞാൻ ഇവിടെ എഴുതാം, സബ്ജക്റ്റ്. V for verb and finally O stands for object. എന്തിനാണ് ഈ SVO അഥവാ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റിനെ ആദ്യമേ കാണുന്നത് അല്ലെങ്കിൽ ആദ്യമേ പരിചയപ്പെടുന്നത്? നമുക്കറിയാം, ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മീനിങ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ്, അതായത് അർത്ഥപൂർണമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഒരു വേർഡ് എന്ന് പറയുന്നത്, അല്ലെ ഒരു വാക്ക് എന്ന് പറയുന്നത്. ഇത്തരം മീനിങ് ആയിട്ടുള്ള വാക്കുകളുടെ മീനിങ് ആയിട്ടുള്ള കൂട്ടത്തെയാണ് ഒരു സെന്റൻസ് എന്ന് പറയുന്നത്, അഥവാ ഒരു വാക്യം. A sentence is a group of words that makes കംപ്ലീറ്റ് സെൻസ് എന്നാണ് സെന്റൻസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുള്ളൊരു വാക്യം ഇംഗ്ലീഷില് നിങ്ങൾക്കൊരു വാക്യം ഫ്രെയിം ചെയ്യണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി സബ്ജക്റ്റിനെയും വെർബിനെയും ഒബ്ജക്റ്റിനെയും ചേർത്ത് വെക്കണം. SVO എന്നാണ് ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സെന്റൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. SVO നിർബന്ധമായിട്ടും സബ്ജക്റ്റും വെർബും വേണം. ഒബ്ജക്റ്റ് ആവശ്യമെങ്കിൽ മാത്രം മതി. ഞാൻ എന്തുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില വെർബുകൾ ഒബ്ജക്റ്റ് ഇല്ലാതെയും നിലനിൽക്കും, കേട്ടോ? നമുക്ക് കാണാം ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബുകൾ ഏതൊക്കെയാണ് നമുക്ക് കാണാം. അപ്പം സബ്ജക്റ്റും വെർബും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരുടെ ഒരു പ്രസൻസ് ആ സെന്റൻസിൽ വേണം. യെസ്, ഇവിടെ നോക്കിയേ, ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ. അവൾ ഒരു ആപ്പിൾ കഴിക്കുന്നു. ഹി സ്ലീപ്സ്. അവൻ ഉറങ്ങുന്നു. ഒന്നാമത്തതിനകത്ത് സബ്ജക്റ്റ് അവളാണ്. വെർബ് തിന്നുക എന്നർത്ഥം വരുന്ന ഈറ്റാണ്. എന്ത് തിന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആപ്പിൾ, അത് ഒബ്ജക്റ്റ് ആണ്. ഇവിടെയും സബ്ജക്റ്റ് ഹി ആണ്, വെർബ് സ്ലീപ്സ് ആണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് ആയതുകൊണ്ട് അതിന് ഒബ്ജക്റ്റ് ആവശ്യമില്ല. അപ്പം ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെക്കണം. എന്താ ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ? അല്ലെങ്കിൽ വെർബ് നമുക്കറിയാം ക്രിയയാണ്. എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. യെസ്, what is subject? The subject of a sentence is the person, place, thing or idea that performs the action or is being described. It usually comes before the verb
and tells us who or what the sentence is about. വല്ലതും മനസ്സിലായോ? ചിലര് പറയും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, ചില ക്ലാസ്സുകളിലൊക്കെ ചിലരോട് സബ്ജക്ട് എന്താന്ന് ചോദിക്കുമ്പോൾ അവര് പറയും സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. അവര് പറഞ്ഞത് ഏകദേശം ശരിയാണ്, പക്ഷെ അതൊരു കറക്റ്റ് ഡെഫിനിഷൻ അല്ല. ഒരു സെന്റൻസിനെ സംബന്ധിച്ച് അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സെന്റൻസിൽ ആരാണോ അല്ലെങ്കിൽ ഏതാണോ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണോ ഏതിനെ പറ്റിയിട്ടാണോ ആ സെന്റൻസിൽ പ്രധാനമായിട്ടും സംസാരിക്കപ്പെടുന്നത്, അതാണ് അല്ലെങ്കിൽ അവയാണ് അല്ലെങ്കിൽ അവളാണ് ആ സെന്റൻസിനെ സംബന്ധിച്ച് അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിനെയാണോ ആരിനെ പറ്റിയിട്ടാണോ ആ സെന്റൻസിൽ പ്രധാനമായിട്ടും സംസാരിക്കപ്പെടുന്നത്, അവരൊക്കെയാണ് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സബ്ജക്റ്റ് എപ്പോഴും വെർബിന് മുന്നിലായിരിക്കും കേട്ടോ. വെർബിന് മുന്നിലായിരിക്കും ആരുടെയും സ്ഥാനം? സബ്ജക്റ്റിന്റെ, പൊതുവെ സബ്ജക്റ്റിന്റെ സ്ഥാനം. യെസ്, ഇവിടെ നോക്കിയേ, രവി പ്ലേസ് ഫുട്ബോൾ. രവി ഫുട്ബോൾ കളിക്കുന്നു. അവിടെ കളിക്കുക എന്ന് പറഞ്ഞ ക്രിയ ചെയ്യുന്നത് ആരാണ്? രവിയാണല്ലേ. അപ്പൊ രവി ക്രിയ ചെയ്യുന്ന ആളായതുകൊണ്ട് സബ്ജക്റ്റ് എന്ന് വിളിക്കും. മലയാളത്തിൽ സബ്ജക്റ്റിന് എന്താ പറയുന്നത് അറിയോ? കർത്താവ് എന്നാണ് പറയുന്നത് കേട്ടോ, കർത്താവ്. ദ ക്യാറ്റ്സ് ആർ സ്ലീപ്പിംഗ്. പൂച്ചകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന പ്രവൃത്തി ആരാ ചെയ്യുന്നേ? പൂച്ചകളാ ചെയ്യുന്നല്ലേ. ഇപ്പൊ പൂച്ചകൾ എന്നത് ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. മൈ സ്കൂൾ ഈസ് വെരി ബിഗ്. ആരോ വലിയൊരു പൊങ്ങച്ചം പറയുന്നതാണ്. മൈ സ്കൂൾ ഈസ് വെരി ബിഗ്. ഇവിടെ പ്രധാനമായിട്ടും എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കപ്പെടുന്നത്? ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതില് ആരെ പറ്റിയിട്ടാ മെയിൻ ആയിട്ട് പറയപ്പെടുന്ന? ആ സ്കൂളിനെ പറ്റിയിട്ടാണ് അല്ലെ. എന്റെ സ്കൂള് വലുതാന്നാ പറയുന്നത്, സ്കൂളിനെ പറ്റിയിട്ടാ പറയുന്നത്. അപ്പൊ ആരെ പറ്റി പറയുന്നു എന്നത് കൂടി സബ്ജക്ട് കണ്ടെത്താനുള്ള ഒരു മാനദണ്ഡമാണ്. ഇപ്പൊ മൈ സ്കൂൾ എന്നതാണ് ഇവിടെ സബ്ജക്ട്. ഷീ ഈസ് എ ഡോക്ടർ. അവളൊരു ഡോക്ടറാണ്. അവളെ പറ്റിയിട്ടല്ലേ പറയുന്നത്, അവളൊരു ഡോക്ടറാണല്ലേ പറയുന്നത്. അവളെ പറ്റി പറയുന്നതുകൊണ്ട് ഷീ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇപ്പൊ സബ്ജക്റ്റ് നമ്മൾ കണ്ടെത്തി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചില സെന്റൻസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയാൽ നിങ്ങൾക്ക് അതിന്റെ സബ്ജക്റ്റ് കണ്ടെത്താൻ പറ്റുമോ? നോക്കൂ, അടുത്ത സ്ലൈഡിലേക്ക് നോക്കുക. ഐഡന്റിഫൈ ദ സബ്ജക്റ്റ്. നിങ്ങൾക്ക് വേണേ ഈ വീഡിയോ ഇപ്പൊ പോസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലെ സബ്ജക്ട്സ് സ്വന്തമായിട്ടൊന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് വീണ്ടും റെസ്യൂം ചെയ്ത് ഞാൻ കണ്ടെത്തും. തീർച്ചയായിട്ടും ഞാനത് കണ്ടെത്തും. അത് ബാക്കി കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, യെസ്, നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടെത്തിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ കണ്ടെത്തിയത് തന്നെയാണോ സബ്ജക്റ്റ് എന്ന്. ഓക്കെ, യെസ്, ഇവിടെ നോക്കിയേ. The dog barks loudly. പട്ടി ഉച്ചത്തിൽ കുരയ്ക്കുന്നു. ഇവിടെ കുരയ്ക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നത് ആരാ? പട്ടിയാണല്ലേ. അപ്പം ഈ സെന്റൻസിനെ സംബന്ധിച്ച് അതിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് dog. Very good. Yes. There are many problems to solve. ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ സബ്ജക്ട് ആരാ? ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് many problems എന്നാണ്. ഇവിടെ ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും തെറ്റിച്ച് കാണാൻ വഴിയുണ്ട്. നമുക്ക് ആ തെറ്റ് എന്താണെന്ന് ഏറ്റവും അവസാനം സംസാരിക്കാം കേട്ടോ. ഇറ്റ് വാസ് ദ നോയ്സ് ദാറ്റ് ഡിസ്റ്റർബ്ഡ് മീ. എന്നെ ശല്യപ്പെടുത്തിയത് ശബ്ദമാണ്. ഇറ്റ് വാസ് ദ നോയ്സ് ദാറ്റ് ഡിസ്റ്റർബ്ഡ് മീ. യെസ്, ഇവിടെ നോയ്സ് ആണ്. ആ ശബ്ദം എന്നെ ശല്യപ്പെടുത്തി എന്നാ പറയുന്നത്. ശബ്ദത്തെ പറ്റിയിട്ടാ പറയുന്നത്. ആരെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണല്ലോ സബ്ജക്റ്റ്. നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. ഇൻ ടു ദ ഫോറസ്റ്റ് റാൻ ദ ലോസ്റ്റ് ബോയ്. കാണാതെ പോയ കുട്ടി കാട്ടിലേക്ക് ഓടി, കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടി കയറി എന്നൊക്കെയാണ് ആ സെന്റൻസ് അർത്ഥമാക്കുന്നത്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഇൻവേർട്ടഡ് സെന്റൻസ് ആണ്. നോർമൽ സെന്റൻസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് ആണെങ്കിൽ ഇൻവേർട്ടഡ് സെന്റൻസ് എപ്പോഴും വെർബ് ആദ്യം വരുന്ന രീതിയിലായിരിക്കും. ഇൻവേർഷൻ എന്നൊരു റൂളാണ്. അതൊരു സെപ്പറേറ്റ് ടോപ്പിക് എന്ന വണ്ണം പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇങ്ങനെയും സെന്റൻസുകൾ വരാമെന്ന് മനസ്സിലാക്കുക കേട്ടോ. എപ്പോഴും സബ്ജക്റ്റ് മുന്നിൽ വരണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ചിലര് പറയും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ വരുന്ന ആളെന്ന് മാത്രമാണെന്ന്. അങ്ങനെയല്ല. അങ്ങനെയാണ് മുമ്പിൽ വരുന്ന ആണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് വരേണ്ടത് ഈ ഇൻടു എന്ന വാക്കല്ലേ, അല്ലെ ഇൻടു ദ ഫോറസ്റ്റ് എന്ന ഒരു ഫ്രേസ് അല്ലേ വരേണ്ടത്? അല്ലല്ലോ. ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? നോയ്സ് ആണ് വന്നിരിക്കുന്നത്. സോറി, ഇവിടെ ലോസ്റ്റ് ബോയ് ആണ് വന്നിരിക്കുന്നത്.
കാണാതെ പോയ കുട്ടിയല്ലേ കാട്ടിലേക്ക് ഓടിക്കയറിയത്, അവനല്ലേ ആ പ്രവൃത്തി ചെയ്തത്. അപ്പം കാണാതെ പോയ കുട്ടിയല്ലേ സബ്ജക്റ്റ്. അപ്പം ചിലരുടെ മാനദണ്ഡം അനുസരിച്ച് ഇൻറ്റു ആണ് ആദ്യം വരിക. ഇൻറ്റു സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആദ്യം വരുന്നതാണ് സബ്ജക്റ്റ് എന്ന ധാരണ ഭാഗികമായിട്ട് മാത്രമേ സെൻസ് ഉണ്ടാക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. വാട്ട് ഷീ സെഡ് സർപ്രൈസ്ഡ് എവരിവൺ. അവൾ എന്താണോ പറഞ്ഞത്, അവൾ പറഞ്ഞ ആ കാര്യം എല്ലാവരെയും സർപ്രൈസ്ഡ് ആക്കി, അത്ഭുത സ്തബ്ധരാക്കി എന്ന് മലയാളത്തിൽ പറയും അല്ലെ. വാട്ട് ഷീ സെഡ്, ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഷീ സെഡ് ആണ്. അവൾ പറഞ്ഞ കാര്യമല്ലേ എല്ലാവരെയും സർപ്രൈസ്ഡ് ആക്കിയത് അല്ലെ. അതിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്. അവൾ എന്തോ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം എന്താ പറയാ എല്ലാരെയും സർപ്രൈസ്ഡ് ആക്കി എന്നാണ് ആ സെന്റൻസിൽ അർത്ഥമാക്കുന്നത്. അപ്പം വാട്ട് ഷീ സെഡ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരിക. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, അവൾ മനോഹരമായി പാടുന്നു. ഇവിടെ സിങ്സ് ആണ് ക്രിയ, ചെയ്യുന്നത് അവളാണ്. ഷീ ഈസ് ദ സബ്ജക്റ്റ്. മനസ്സിലായോ? ഇവിടെ നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയത് ഈ രണ്ട് സെന്റൻസുകളായിരിക്കാം അല്ലെ. there ആറിലും ഇറ്റിലും ഇങ്ങനെ ഈ there are, there is, there was, there were അല്ലെങ്കിൽ it is അല്ലെങ്കിൽ it was അങ്ങനെയൊക്കെ തുടങ്ങുന്ന സെന്റൻസുകളില്ലേ. അപ്പൊ അതിലാദ്യം ഈ thereഉം ഇറ്റും ഈ രണ്ട് സെന്റൻസുകളുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ thereഉം ഇറ്റും ഡമ്മി സബ്ജക്റ്റുകളാണ്. ഡമ്മി സബ്ജക്ട്സ്. നമ്മൾ ഇവയെ വിളിക്കും, ഇംഗ്ലീഷിൽ ഇവയെ വിളിക്കുക എക്സ്പ്ലീറ്റീവ്സ് എന്നാണ് കേട്ടോ. എക്സ്പ്ലീറ്റീവ്സ്. ഇവ ഒരു സ്പെസിഫിക് മീനിങ് ക്യാരി ചെയ്യുന്നില്ല. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ സെന്റൻസിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവയെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അർത്ഥമോ സ്വന്തമായിട്ട് സബ്ജക്റ്റ് ആയിട്ട് നിലനിൽക്കാനോ സാധിക്കില്ല. ഇവ കേവലം ഡമ്മി സബ്ജക്റ്റ് ആണ്. ഡമ്മി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, വെറുതെ ന്യൂട്രൽ ആയിട്ട് അവിടെ നിൽക്കുന്നതാണ്. ഈ സെന്റൻസിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, അതും വേണം. എന്തിനു വേണ്ടി? ഈ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ പൂർണ്ണമാകാൻ വേണ്ടി ഇത് വേണം. പക്ഷെ ഇതിന് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ഡമ്മി സബ്ജക്റ്റ് ആണ്, എക്സ്പ്ലീറ്റീവ്സ് ആണ്. എന്തിനാ അത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പുതിയൊരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ സെന്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ദൗത്യം മാത്രമേ ഇവിടെ thereഉം ഇറ്റും നിർവഹിക്കുന്നുള്ളൂ. അതുകൊണ്ടത് സബ്ജക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നാമത്തതിൽ മെനി പ്രോബ്ലംസും രണ്ടാമത്തതിൽ നോയിസുമാണ് നമ്മുടെ മാനദണ്ഡം അനുസരിച്ച്. അത് മനസ്സിലാക്കുക. പിന്നീട് ഈ നാലാമത് കിടക്കുന്ന സെന്റൻസും ചിലരെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉളവാക്കാം. അതൊരു ഇൻവേർട്ടഡ് സെന്റൻസ് ആണ്, തലതിരിക്കപ്പെട്ട ഒരു സെന്റൻസ് ആണ്, നോർമൽ ഓർഡർ അല്ല. അങ്ങനെയും സെന്റൻസുകൾ എഴുതാം എന്ന് മനസ്സിലാക്കുക. വെർബ് ആദ്യം വരത്തക്ക രീതിയിലും ഇംഗ്ലീഷില് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. അതിനെ നമ്മൾ വിളിക്കും, എന്ത് വിളിക്കും? ഇൻവേർഷൻ എന്ന് വിളിക്കും കേട്ടോ. സബ്ജക്റ്റിന് മുന്നേ വെർബ് കടന്നു വരുന്ന പ്രതിഭാസത്തെയാണ് ഇംഗ്ലീഷിൽ ഇൻവേർഷൻ എന്ന് വിളിക്കുക. നമുക്കത് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. മറ്റൊരു സെപ്പറേറ്റ് വീഡിയോയിൽ അത് കാണാം. ഓക്കെ. അടുത്തത് ഇപ്പൊ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു അല്ലെ, അത് മനസ്സിലാക്കി. എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ an object is a person, place or thing that receives the action of the verb in a sentence. It usually comes after the verb. നമ്മൾ നേരത്തെ സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് വെർബിന് മുന്നേ ആയി. ഒബ്ജക്റ്റ് എപ്പോഴും വെർബിന് ശേഷമാണ് കാണപ്പെടുക യൂഷ്വലി. എന്താണെന്ന് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു സെന്റൻസിൽ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് എന്താണോ അതിനെ നമ്മൾ വിളിക്കും അതിന്റെ ഒബ്ജക്റ്റ്. ക്രിയയുടെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും, ആ സെന്റൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. പ്രവൃത്തിയുടെ ഫലം ആരാണോ അല്ലെങ്കിൽ ഏതാണോ അനുഭവിക്കുന്നത് അതാണ് അല്ലെങ്കിൽ അവരാണ് ആ സെന്റൻസിനെ സംബന്ധിച്ച് അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആൾ. ഇവിടെ നോക്കി, ഒബ്ജക്റ്റ് കണ്ടെത്താനുള്ള ഒരു സൂത്രവാക്യമുണ്ട്. ക്രിയയോട് രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്യൂട്ടബിൾ ആയിട്ട് ചോദിച്ചാൽ മതി. അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഉത്തരമായിരിക്കും ആ സെന്റൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിനുള്ള സൂത്രവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
Ask what or whom after the verb. The answer is the object. നിങ്ങൾക്ക് ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ആദ്യം വെർബ് ഐഡന്റിഫൈ ചെയ്യാം. വെർബ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത്, ആര് എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആ വെർബിനോട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. ഉദാഹരണം ഇവിടെ നോക്കിയേ. ഷീ റോട്ട് എ ലെറ്റർ. അവൾ ഒരു ലെറ്റർ എഴുതി. ഇവിടെ അവളാണ് സബ്ജക്റ്റ്, റോട്ട് ആണ് വെർബ്, എ ലെറ്റർ ആണ് ഒബ്ജക്റ്റ്. എന്തുകൊണ്ട് എ ലെറ്റർ ഒബ്ജക്റ്റ് ആയി എന്ന് വെച്ചാൽ എഴുതുക എന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആ ലെറ്റർ ആണ്. ഓരോ അക്ഷരം അവൾ എഴുതുമ്പോഴും പൂർത്തിയാക്കപ്പെടുന്നത് ആ ലെറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്രിയയോട് ചോദിക്കാം. എഴുതുക എന്ന ക്രിയയാണ്. എന്ത് എഴുതി? വാട്ട് എന്ന് ചോദിച്ചൂടെ ക്രിയയോട്? ഐ ഗെറ്റ് ആൻ ആൻസർ അല്ലെ? എനിക്കൊരു ആൻസർ കിട്ടുന്നുണ്ട് അവിടെ. എ ലെറ്റർ. എന്തെഴുതുന്നു? എ ലെറ്റർ എഴുതുന്നു. ഇപ്പൊ ലെറ്റർ ആണ് ഒബ്ജക്റ്റ്. ഇവിടെ രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. ജോൺ ഹെൽപ്ഡ് ഹിസ് ഫ്രണ്ട്. ജോൺ അവന്റെ ഫ്രണ്ടിനെ സഹായിച്ചു. ആരെ സഹായിച്ചു? Whom did John help? അവന്റെ ഫ്രണ്ടിനെ അല്ലെ, ഹിസ് ഫ്രണ്ട്. അവന്റെ ഫ്രണ്ടിനെയാണ് ഹെൽപ്പ് ചെയ്തത്. ആരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവന്റെ ഫ്രണ്ട് ആണ്. സോ അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റ് എന്താണെന്നും ഒബ്ജക്റ്റ് കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണെന്നും മനസ്സിലായി അല്ലെ? മനസ്സിലാക്കി. യെസ്, നമുക്കിനി മുന്നോട്ട് പോയാലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 4 സെന്റൻസുകളിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ പറ്റുമോ? നോക്കിയേ. ഷീ കോൾഡ് മൈ ഫ്രണ്ട്. ആരെ വിളിച്ചു? എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പൊ എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ് ആ സെന്റൻസിലെ. They built a house. അവരൊരു വീട് പണിതു. എന്തു പണിതു? വീട് പണിതു. What did they build? They built a house. അപ്പൊ ഹൗസ് എന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ ഓയൊക്കെ ആകെ തിരിഞ്ഞ് ഷേപ്പ് കിട്ടുപോയി അല്ലെ? ഓക്കെ. He bought a new phone. What did he buy? He bought a new phone. What? A new phone അല്ലേ? We met our friends. നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടു. ആരെ കണ്ടു? ഫ്രണ്ട്സിനെ കണ്ടു. അവർ ഫ്രണ്ട്സ് എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സിനെയാണ് കണ്ടത്. അപ്പൊ ഒബ്ജക്റ്റ് ആണ്. ഇവിടെ അതേപോലെ തന്നെയാണ്. ആരെ വിളിച്ചു? എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. അതാണ് ഒബ്ജക്റ്റ്. യെസ്, ഇപ്പൊ ഒബ്ജക്റ്റ് കണ്ടെത്താൻ നമ്മൾ പഠിച്ചു അല്ലെ? നമ്മൾ മിടുക്കന്മാരായി. യെസ്, മിടുക്കന്മാരായാലേ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ ഈ 2 സെന്റൻസുകളിലെ അത്യാവശ്യം വലിയൊരു സെന്റൻസ് ആണ്. അതിൽ ഒബ്ജക്റ്റ് കണ്ടെത്താൻ പറ്റുമോ? ഇവിടെ നമുക്ക് നോക്കാം. ക്രിയ കൊടുത്തു എന്നുള്ളതാണ്. ഇവിടുത്തെ ക്രിയ തയ്യാറാക്കി എന്നുള്ളതാണ്. ഇവിടെ എന്തു കൊടുത്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരം എ പ്രസന്റ് ആണ്. ഇവിടെ അമ്മ പ്രിപ്പയർ ചെയ്തത് എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലഞ്ച് ആണ്. ഇത് 2 ഒബ്ജക്റ്റ് ആണ്. അപ്പം ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമല്ലേ? ഒരുപക്ഷെ ഷീ ഗേവ് എ പ്രസന്റ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു സ്കോപ്പ് ഉണ്ടാവുകയാണ്. പക്ഷേ ഷീ ഗേവ് എ പ്രസന്റ് ടു ഹർ ഫ്രണ്ട് എന്ന് പറയുമ്പോ അവിടെ ഒരു 2 ഒബ്ജക്റ്റ് ഉള്ളത് പോലെ നമുക്ക് തോന്നില്ലേ? ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യം കൂടി പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും പ്രസക്തമാണ്. ഇവിടെ 2 ഒബ്ജക്റ്റുകൾ ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കും ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആദ്യം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ? അതിനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ഇവിടെയും ഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി. ലഞ്ച് ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. പിന്നെ ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹെർ ഫ്രണ്ട് ആണ്. ആർക്കു വേണ്ടി? ഇത് തയ്യാറാക്കിയിട്ട് ആർക്കോ കൊടുക്കുന്നില്ലേ അല്ലേ? ഇവിടെ തയ്യാറാക്കിയിട്ട് ആരോ കൊടുക്കുന്നുണ്ട്. അവർ അല്ലെ? ഇവിടെ അവർ എനിക്ക് വേണ്ടിയിട്ടാണ് നമ്മ തയ്യാറാക്കിയത് ലഞ്ച്. എനിക്ക് വേണ്ടി. അപ്പൊ അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇൻഡയറക്റ്റ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒബ്ജക്ട്സ് 2 തരമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റും രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ.
എന്താണ് ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് നമുക്ക് നോക്കാം. യെസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട്സ്. ഡയറക്റ്റ് ഒബ്ജക്ട് എന്താന്ന് നമുക്കറിയാം. ദ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ദാറ്റ് ഡയറക്ട്ലി റിസീവ്സ് ദി ആക്ഷൻ ഓഫ് ദ verb. ആ ക്രിയയുടെ ഫലം നേരിട്ട് ഏറ്റുവാങ്ങുന്ന അതിനെയാണ്, അതൊരു പക്ഷേ ഒരു മനുഷ്യനാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, ഒരു സ്ഥലമാകാം, ഒരു സാധനമാകാം. ഒരു സെന്റൻസിൽ ആ പ്രവൃത്തിയുടെ ഫലം നേരിട്ട് വാങ്ങുന്ന ഏതൊന്നിനെയും നമുക്ക് അതിന്റെ ഡയറക്റ്റ് ഒബ്ജക്ട് എന്ന് പറയാം. അത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ക്രിയയുടെ വാട്ട് ഓർ ഹൂം എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ദ പേഴ്സൺ ഹു ഗെറ്റ്സ് ഓർ ബെനിഫിറ്റ്സ് ഫ്രം ദ ഡയറക്റ്റ് ഒബ്ജക്ട്. ഇറ്റ് ആൻസേഴ്സ് ടു ഹൂം, ഫോർ ഹൂം, ആഫ്റ്റർ ദ ആക്ഷൻ ഈസ് ഡൺ. ഡയറക്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ആർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് അവരാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആർക്കു വേണ്ടി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ക്രിയയുടെ ഫലം നേരിട്ട് വാങ്ങുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നത് ആരാണോ അയാള്, അല്ലെങ്കിൽ അത് സെന്റൻസിനെ സംബന്ധിച്ച് അതിന്റെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കിയേ, ഷീ ഗേവ് ഹർ ബ്രദർ എ ബുക്ക്. ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞാല് ക്രിയയോട് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കെന്നൊക്കെ ചോദിച്ചാൽ മതി. ടു ഹൂം ഓർ ഫോർ ഹൂം എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടി. ഇവിടെ നോക്കിയേ, ഷീ ഗേവ് ഹർ ബ്രദർ എ ബുക്ക്. ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ ക്രിയയോട് എന്ത്, ആരെ, ഇവിടെ നമുക്ക് എന്തെന്ന് ചോദിക്കാം. ഷീ ഗേവ്, എന്ത് കൊടുത്തു? ബുക്ക് കൊടുത്തു അല്ലെ, ബുക്ക്, എ ബുക്ക്. അപ്പൊ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റാ. ക്രിയയുടെ ഫലം ഡയറക്റ്റ് ആയിട്ട് ഏറ്റുവാങ്ങുന്നത് ബുക്ക്. ബുക്കല്ലേ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇനി ഷീ ഗേവ് ഹർ ബ്രദർ എ ബുക്ക് എന്നാണ് അല്ലെ. ടു ഹൂം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആർക്ക് എന്നൊരു ചോദ്യം ചോദിച്ചൂടെ? ആർക്ക്, ആർക്കാ കൊടുത്തത്? ഹർ ബ്രദർ, അവളുടെ സഹോദരന്. അപ്പൊ ഇതാരാ? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കിയത്, ടീച്ചർ ടോൾഡ് എ സ്റ്റോറി ടു ദ സ്റ്റുഡൻസ്. എന്തു പറഞ്ഞു? കഥ പറഞ്ഞു, ഒരു കഥ പറഞ്ഞു. അത് ഡയറക്റ്റ് ആണ്. ആരോടാ പറഞ്ഞത്? ടു ഹൂം എന്ന ചോദ്യം ചോദിച്ചൂടെ? ആരോടാ പറഞ്ഞത്? കുട്ടികളോടല്ലേ. അപ്പം ദ സ്റ്റുഡൻസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ആർക്ക് വേണ്ടി, ആർക്കെന്നൊക്കെയാണല്ലോ. Indirect. Yes. He sent a letter to his mother. He sent a letter to his mother. ഇവിടെ എന്താ അവൻ സെൻഡ് ചെയ്തത്? A letter. ഒരു കത്താണ് അല്ലേ. ആർക്കാ? To whom? അവന്റെ അമ്മയ്ക്ക്. His mother. അപ്പൊ അത് ഇൻഡയറക്റ്റ്. മനസ്സിലായോ? ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും മനസ്സിലായോ? ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ സൂത്രവാക്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതെങ്ങനെയാ കണ്ടെത്താന്ന് എളുപ്പത്തില് നമുക്ക് ചെയ്യാൻ സാധിക്കും. യെസ്, അപ്പൊ നമ്മള് സബ്ജക്റ്റ് പഠിച്ചു, ഒബ്ജക്റ്റ് പഠിച്ചു. ഒബ്ജക്റ്റ് തന്നെ രണ്ട് തരമുണ്ടെന്ന് മനസ്സിലാക്കി. അത് കണ്ടെത്താനുള്ള സൂത്രവാക്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ക്രിയകളെ പറ്റി പഠിക്കാനാണ്. ക്രിയകൾ അഥവാ verbs. Verbs are words, വാക്കുകളാണ്. എന്ത് തരം വാക്കുകളാ? That express actions, states or occurrences. They tell us what someone or something is doing or experiencing. In every sentence there is a verb. എല്ലാ അർത്ഥപൂർണമായ വാചകങ്ങളിലും ഒരു വെർബിന്റെ സാന്നിധ്യം ഉണ്ടാകും. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തികളെയും അവസ്ഥകളെയും സംഭവങ്ങളെയും സൂചിപ്പിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷിൽ വേർബ്സ് എന്നും ഇത് മലയാളത്തിൽ ക്രിയകൾ എന്നും പറയും. എന്താ അവ നമ്മളോട് പറയുന്നത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ചെയ്യുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആ വേർബ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെർബുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഓക്കെ, ഈ വെർബുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തതിനെ നമ്മൾ വിളിക്കും മെയിൻ വേർബ്സ് എന്നും, രണ്ടാം തരക്കാരെ നമ്മൾ ഓക്സിലറി വേർബ്സ്, മറ്റൊരു പേര് ഹെൽപ്പിംഗ് വേർബ്സ് എന്നും വിളിക്കും.
ഈ മെയിൻ വെർബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെയിൻ വെർബിനെ നമുക്ക് V1 V2 V3 ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഈ മെയിൻ വെർബ്സിനെല്ലാം V1 എന്ന ഫോമും V2 എന്ന ഫോമും V3 എന്ന ഫോമും ഉണ്ട്. അതാണ് മെയിൻ വെർബ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സെന്റൻസിലെ പ്രധാനപ്പെട്ട ക്രിയകളെയാണ് മെയിൻ വെർബ്സ് എന്ന് പറയുന്നത്. അവയെ V1 V2 V3 ഫോമിലേക്ക് മാറ്റാം. They have these three forms. Okay. ഓക്സിലറി വെർബ്സിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്സിലറി വെർബ്സിനെ പിന്നീട് വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ പ്രൈമറി ഓക്സിലറീസ് എന്ന് വിളിക്കും. പ്രൈമറി എന്ന വാക്കിന്റെ അർത്ഥം പ്രാഥമികമാണെന്നാണ്. പ്രാഥമികം എന്ന് പറഞ്ഞാൽ അറിയാം, ഏറ്റവും ആദ്യം അല്ലെ. പ്രൈമറി ഓക്സിലറീസ് എന്ന് എന്തുകൊണ്ടാണ് അവയെ വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരെയാണ്. ഓക്സിലറി വെർബ്സ് എന്ന നിലയിൽ നമ്മൾ എല്ലാ സെന്റൻസുകളും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പ്രൈമറി ഓക്സിലറീസിനെയാണ്. ആരൊക്കെ അതിനകത്ത് വരുന്നത്? ബിയുടെ ഫോംസ് ഉണ്ട്. അതില് ഈസ്, ആം, ആറ്, വാസ്, വേറെ, ബീന്, ബീങ്, ഇതിനൊക്കെയാണ് ബിയുടെ ഫോംസ് എന്ന് പറയാം. ഇതുണ്ട്. അടുത്തത് ഹാവിന്റെ ഫോംസ് ഉണ്ട്. ഹാവ്, ഹാസ്, ഹാഡ്. ഡൂവിന്റെ ഫോംസ് ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. ഇനി ഈ ഓക്സിലറി വെർബ്സിനെ രണ്ടാമത് മറ്റൊരു കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. മോഡൽ ഓക്സിലറീസ് അഥവാ മോഡൽ വെർബ്സ്. അതിനകത്തൊരു 9ഓളം ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ക്യാൻ, കുഡ്, മൈറ്റ്, മേ, ഷാൽ, ഷുഡ്, വില്ല്, വുഡ്, മസ്റ്റ്. ഇങ്ങനെ ഒരു 9ഓളം ആൾക്കാരുടെ കൂട്ടത്തെയാണ് നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറി സെമി മോഡൽ ഓക്സിലറീസ്, അർദ്ധ മോഡൽ വെർബുകൾ എന്ന് മലയാളത്തിൽ പറയും. ആരൊക്കെ ഇതിനകത്ത് വരുന്ന? ഒരു 4ഓളം ആൾക്കാർ വരുന്നുണ്ട്. ഡയർ, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു. ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളും ഉണ്ട്. ഓക്കെ, യെസ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഈ ഓക്സിലറി വെർബ്സിനെ പറ്റിയിട്ടും ഓക്സിലറി വെർബ്സിന്റെ ഉപയോഗവും മനസ്സിലാക്കാം കേട്ടോ. വളരെ ആഴത്തിൽ മനസ്സിലാക്കാം. തൽക്കാലം ഈ കുടുംബങ്ങളും ഈ കുടുംബത്തിലെ അംഗങ്ങളെ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും ഈ V1 V2 V3യിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ പറഞ്ഞ എല്ലാ പ്രധാന ക്രിയകൾക്കും V1 V2 V3 ഫോംസ് ഉണ്ട്. എന്താണ് ഈ V1 V2 V3 ഫോംസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഏതാനും ചില വെർബുകളുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. V1 ഇതിന്റെ യഥാർത്ഥ പേര് ബേസ് ഫോം എന്നാണ്. ബേസ് ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? V1 എന്ന ഓമന പേരിൽ വിളിക്കുന്നത്. V2 എന്ന് വിളിക്കുന്നത് ക്രിയയുടെ പാസ്റ്റ് സിമ്പിൾ ഫോമിനെയാണ്, അല്ലെ സിമ്പിൾ പാസ്റ്റ് ഫോമിനെയാണ്. V3 എന്ന് നമ്മൾ വിളിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് അതിന്റെ യഥാർത്ഥ പേര്. ചുരുക്കമായിട്ട് നമ്മൾ V3 എന്ന് വിളിക്കുന്നു മാത്രം. ഇതാണ് V1 V2 V3 എന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കി ഏതാനും ചില വെർബുകൾ. അറൈസ്, അറോസ്, അറൈസ്, awake, awoke, awoken, be, was, were ആവും, പിന്നെ been ആവും. bear, bore, born, beat, beat, beaten, become, became, become, begin, began, begun. കണ്ടോ? ഈ V1 V2 V3 ഫോംസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത് ഓർമ്മയിൽ നിൽക്കാൻ നമ്മൾ അതൊന്ന് ജസ്റ്റ് മലയാളത്തിൽ ചിന്തിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇപ്പൊ ഞാനിവിടെ ബിഗിൻ ഇതിങ്ങനെ എടുക്കുകയാണ്, ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ അത് എടുക്കുകയാണ്. മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ V1ൽ എന്താ വരിക എന്ന് വെച്ചാൽ ബിഗിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക, അല്ലെ? എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുന്നതിനെയാണ് ബിഗിൻ എന്ന് പറയുക. തുടങ്ങുക. V2ലേക്ക് എത്തുമ്പോൾ ബിഗാനായി തുടങ്ങി, വീണ്ടും ബിഗൺ എന്നായി മാറുമ്പോൾ V3യിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു. നോക്കൂ, V1ൽ അത് തുടങ്ങി എന്നാണ് അർത്ഥം വരിക. V2ലേക്ക് വരും, V1ൽ തുടങ്ങുക എന്നതാണ്. V2ലേക്ക് വരുമ്പോ തുടങ്ങി എന്ന് വരും. V3യിൽ വരുമ്പോ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? ബിഗിൻ, ബിഗാൻ, ബിഗൺ. ഇതിങ്ങനെ തന്നെ മലയാള അർത്ഥസഹിതം പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും. ഇത് പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടുള്ള ടെൻസസിന്റെ ഏറ്റവും ബേസ് ആണിത്. ഓരോ ടെൻസിനും അതിനനുസരിച്ച് V1 V2 V3 മാറി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ പെർഫെക്റ്റ് ടെൻസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് V3 ആണ്. അതുപോലെ സിമ്പിൾ പാസ്റ്റിൽ V2 ആണ് ഉപയോഗിക്കുക. പ്രസന്റിലും ഫ്യൂച്ചറിലും ഒക്കെ എപ്പോഴും V1 ആണ് ഉപയോഗിക്കുക.
അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ അല്ലെ ചെയ്യണമെങ്കിൽ ഇതിന്റെ V1 V2 V3 മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. അപ്പൊ ഇത് ടെൻസ് പഠിക്കാൻ ഇത് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി നിങ്ങൾക്ക് ടെൻസിനെ പറ്റി വലിയ ധാരണയില്ല എന്ന് വിചാരിക്കട്ടെ, നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഭയങ്കര വിഷമമായിരിക്കും, ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചും അറിയില്ല, ടെൻസും അറിയില്ല, നിങ്ങൾക്ക് പാസീവ് ചെയ്യാൻ പറ്റുമോ? ആക്റ്റീവ് ആൻഡ് പാസീവ്, നേരായി പറയുന്നതും തലതിരിച്ച് പറയാൻ പറ്റുന്നതും, അങ്ങനെ ആക്റ്റീവ് ആൻഡ് പാസീവിലേക്ക് പറയാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. അതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എന്ത് മനഃപ്പാഠമാക്കണം? ഈ V1 V2 V3 ഫോംസ് മനഃപ്പാഠമാക്കണം. ഞാനിവിടെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില വെർബുകളുടെ 3 ഫോംസ് ഈ സ്ലൈഡിൽ, ഇനി വരുന്ന സ്ലൈഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ലൈവിലിരിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിലിരിക്കുകയോ വാട്ട് എവർ പ്ലാറ്റ്ഫോം, നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേനയും പേപ്പറും കരുതണം കേട്ടോ. അത് എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ മാത്രമാണ് ഹൃദ്യസ്ഥമാക്കാൻ പറ്റുക പെട്ടെന്ന്. ഓക്കെ, യെസ്. ഇവിടെ നോക്കിയേ, ബ്ലോ, ബ്ലൂ, ബ്ലോ, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല. അടുത്ത സ്ലൈഡ് ഇത് തന്നെയാണ് കേട്ടോ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുടെയാണ്. ഡീല്, ഡെൽറ്റ്, ഡെൽറ്റ്, ഡിഗ് കുഴിക്കുക എന്നൊക്കെ അർത്ഥമാണ്. ഡിഗ്, ഡഗ് കുഴിച്ചു, വീണ്ടും ഡഗ് തന്നെയാണ്. യെസ്, കുഴിച്ചിട്ടുണ്ട്. അടുത്തത് ഫൈൻഡ്, കണ്ടെത്തുക, ഫൗണ്ട് കണ്ടെത്തി, വീണ്ടും ഫൗണ്ട് തന്നെയാണ്, കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥവ്യത്യാസം വരിക. ഫ്ലൈ പറക്കുക, ഫ്ലൂ പറന്നു, ഫ്ലോൺ പറന്നിട്ടുണ്ട്. യെസ്. ഹൈഡ് ഒളിക്കുക, ഹിഡ് ഒളിച്ചു, ഹിഡൻ ഒളിച്ചിട്ടുണ്ട്. ലോസ് നഷ്ടപ്പെടുക, ലോസ്റ്റ് നഷ്ടപ്പെട്ടു, വീണ്ടും ലോസ്റ്റ് തന്നെയാണ്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കം, ബിക്കെയിം, ബിക്കം, ആയിത്തീരുക, ആയിത്തീർന്നു, ആയിത്തീർന്നിട്ടുണ്ട്. യെസ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ, ഈറ്റ് കഴിക്കുക, എയ്റ്റ് കഴിച്ചു, ഈറ്റൻ കഴിച്ചിട്ടുണ്ട്. അടുത്തത് സീ, സോ, സീൻ, കാണുക, കണ്ടു, കണ്ടിട്ടുണ്ട്. സീ, സോ, സീൻ. യെസ്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു 10-75 വാക്കുകളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങളിപ്പോ കണ്ടത്. അത് തീർച്ചയായിട്ടും മനഃപ്പാഠം എന്നവണ്ണം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമുക്കിനി സബ്ജക്റ്റ് പഠിച്ചു, വെർബ് പഠിച്ചു. വെർബിന്റെ തന്നെ V1 V2 V3 ഫോംസ് ഒരു 75ഓളം വെർബുകളെ നമ്മളിപ്പോ പരിചയപ്പെട്ടു. ഒബ്ജക്റ്റും പഠിച്ചു. ഇനി നമ്മൾ ഒരു കോൺസെപ്റ്റ് കൂടി ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്നത്. സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇവിടെ നോക്കിയേ, എ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് is a word or group of words that follows a linking verb and provides more information about the subject by either renaming or describing it. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വലിയൊരു ഡെഫിനിഷൻ ആണെന്ന്, അത്രയേ ഉള്ളൂ. വലിയൊരു ഡെഫിനിഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രത്യേകത. പക്ഷെ സാധനം ഭയങ്കര സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. ഒരു സെന്റൻസിൽ ലിങ്കിങ് വേർബിന് ശേഷം കടന്നു വരുന്ന വാക്കുകളുടെ കൂട്ടത്തെയോ അല്ലെങ്കിൽ വാക്കിനെയോ ആണ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുക. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു സെന്റൻസിൽ ഒരു ലിങ്കിങ് വേർബിന് ശേഷം ഏതെങ്കിലും ഒരു വാക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കായിരിക്കും ആ സെന്റൻസിനെ സംബന്ധിച്ച് അതിന്റെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്നത്. അപ്പൊ അതിനാദ്യം ലിങ്കിങ് വേർബ്സ് എന്താന്ന് മനസ്സിലാക്കണ്ടേ? കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ലിങ്കിങ് വേർബ്സിന്റെ ലിസ്റ്റ് ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, കോമൺ ലിങ്കിങ് വേർബ്സ് ഇൻ ഇംഗ്ലീഷ്: am, is, are, was, were, be, being, been, look, sound, smell, taste, feel, seem, appear, become, grow, turn, remain, stay, prove. ഇതിനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ ലിങ്കിങ് വേർബ്സ് എന്ന് വിളിക്കുക. നമ്മൾ ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണ്? ബന്ധിപ്പിക്കുക എന്നാണ്, അല്ലെ? സബ്ജക്റ്റിനെ സബ്ജക്റ്റ് കോംപ്ലിമെന്റിനോട് ബന്ധിപ്പിക്കുക എന്ന ദൗത്യമാണ്
ലിങ്കിങ് വേർബ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ലിങ്കിങ് വേർബിന് ശേഷം ഈ സെന്റൻസിൽ ഏതെങ്കിലും ഒരു ഭാഗം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെയാണ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുക. എന്തിനാ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ അത് സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നോക്കിയേ, ഷീ ഈസ് എ ഡോക്ടർ. ഇവിടെ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഈ എ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്നത്. കോംപ്ലിമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം പൂർത്തിയാക്കുക എന്നാണ്. സബ്ജക്റ്റിനെ പൂർത്തിയാക്കുന്ന വാക്കാണ് എ ഡോക്ടർ എന്നുള്ളത്. ഒന്ന് ആലോചിച്ചാൽ അവൾ എന്ന് പറയുന്നതും ഡോക്ടർ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നതും അവൾ എന്ന് പറയുന്നതും നേരെ തിരിച്ചാണെങ്കിൽ പോലും ഒരാൾ തന്നെയല്ലേ? അവളെ തന്നെയല്ലേ ഡോക്ടർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ എന്ന് ഉദ്ദേശിക്കുന്ന അവൾ തന്നെയല്ലേ? അപ്പൊ ആ രണ്ട് ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്ന ദൗത്യം മാത്രമാണ് ഈ ഈസ് എന്ന ലിങ്കിങ് വെർബ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഡൗട്ട് ഉണ്ടാകാം. നേരത്തെ പറഞ്ഞു ആം, ഈസ്, ആർ, വാസ്, വെയർ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഓക്സിലറി വേർബ്സ് ആണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത്. ഇപ്പൊ പറയുന്നത് ലിങ്കിങ് വേർബ്സ് ആണ്. ഇതെന്താ എങ്ങനെ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ ചെയ്യുന്ന പണിക്കനുസരിച്ചാണ് പേര് വീഴുക. ഇപ്പൊ കട്ടാൽ കള്ളൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ ആൾക്കാര് ഈസ്, ആം, വാസ്, വെയർ ഓക്സിലറി വെർബിന്റെ പണിയെടുക്കുമ്പോ അവയെ നമ്മൾ ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കും. അതെപ്പോഴാ അത് തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. ഈ ഈസ്, ആം, വാസ്, വെയർ കാര്യങ്ങളൊക്കെ ഓക്സിലറി വെർബായിട്ട് മാറുമ്പോൾ അവ മെയിൻ വെർബിന്റെ കൂടെ തന്നെ ആയിരിക്കും, ഒറ്റയ്ക്ക് നിൽക്കില്ല. മെയിൻ വെർബിന്റെ കൂടെ ഇങ്ങനെ പറ്റിച്ചേർന്ന് തന്നെയായിരിക്കും നിൽക്കുക. നേരെ മറിച്ച് ഒരു ലിങ്കിങ് വേർബിന്റെ പണിയെടുക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ, ഈ കക്ഷികളെ നമ്മൾ എന്ത് വിളിക്കും? ലിങ്കിങ് വേർബ്സ് എന്ന് വിളിക്കും. അത് അവ ചെയ്യുന്ന ഉത്തരവാദിത്തത്തിനനുസരിച്ചാണ് അവരുടെ പേര് മാറി വരുന്നത്. ആൾക്കാർ മാറുന്നില്ല, അവരുടെ പേര് ചെറുതായിട്ടൊന്ന് മാറുന്നു എന്ന് മാത്രം കേട്ടോ. നമ്മുടെയൊക്കെ റോൾസ് നമ്മൾ പല സാഹചര്യങ്ങളിൽ പോകുമ്പോഴും മാറാറില്ലേ? ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു ടീച്ചറാണ്. ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു മകനാണ് അല്ലെ, എൻ്റെ സഹോദരങ്ങൾക്കൊരു അനിയനാണ് അല്ലെങ്കിൽ ചേട്ടനാണ് അല്ലെ? യെസ്, അങ്ങനെയാണല്ലേ നമ്മളെ സംബന്ധിച്ച്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആൾക്കാർ. ഹി ബിക്കെയിം എ ഫേമസ് ആർട്ടിസ്റ്റ്. അവനൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറി എന്നാണ്. ഇവിടെ ബിക്കെയിം എന്നുള്ളത് ഒരു ലിങ്കിങ് വേർബാണ്. നമുക്കറിയാം സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഭാഗം ഒരു ലിങ്കിങ് വേർബിന് ശേഷം കടന്നു വരുന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. സോറി, ഇവിടെയാണല്ലേ, ഫേമസ് ആർട്ടിസ്റ്റ് ആണ്. SC എന്ന് കൊടുക്കാം, സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇവിടെ ദ സ്കൈ ലുക്സ്, ഇവിടെ ലിങ്കിങ് വേർബ് ലുക്സ് ആണ്. കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. മേഘാവൃതമായി കാണപ്പെടുന്നു. ഇവിടെ മേഘാവൃതമായി എന്ന് പറയുന്നതും സ്കൈ എന്ന് പറയുന്നതും ഒന്നിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ലേ? സ്കൈയെ സംബന്ധിച്ച് പറയുന്നതാണ് മേഘാവൃതമായി എന്നുള്ളത്. യെസ്, ഇതാരാ? സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. The old house remains empty. ഈ എംറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഈ ഹൗസിനെ തന്നെ അല്ലേ പറയുന്നത് അല്ലെ? ഓൾഡ് ഹൗസിനെ തന്നെ അല്ലേ? ഇത് സബ്ജക്റ്റ് കോംപ്ലിമെന്റ്, സബ്ജക്റ്റിനെ പൂർത്തിയാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ റിമൈൻസ് ആണ് ലിങ്കിങ് വേർബ്. ഓക്കെ, അത് വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട, ഈ ക്ലാസ് സീരീസിന്റെ ഒക്കെ ഏറ്റവും അവസാനം വരെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു കാര്യമായിരിക്കണം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. നമുക്കൊരു സെന്റൻസിലെ പ്രധാനപ്പെട്ട ആൾക്കാര് സബ്ജക്റ്റും വെർബും ഒക്കെയാണ് അല്ലെ? ഇപ്പൊ ഇംഗ്ലീഷില് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന് മീനിങ് ഫുൾ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ആ സെന്റൻസിലെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ടുള്ള സബ്ജക്റ്റും വെർബും തമ്മിൽ ഒരു ഒത്തൊരുമ വേണം. ആ ഒത്തൊരുമയില്ലേ സംഭവം ഭയങ്കര കലുഷിതമാകും. അവയ്ക്ക് ഒറ്റയ്ക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു സെന്റൻസ്. ഇവന്മാര് അടിയല്ലേ? ഇവന്മാര് തമ്മിൽ ഒരു ഒത്തൊരുമ വേണം. ആ ഒത്തൊരുമയാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അഥവാ കോൺകോർഡ് എന്ന വാക്കുകൊണ്ട്, കോൺകോർഡ് എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിനെയാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അഥവാ കോൺകോർഡ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം എന്ന് പറഞ്ഞാൽ അത് ഇത്ര മാത്രമേ ഉള്ളൂ.
സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആയിരിക്കട്ടെ, വെർബും എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. സിംഗുലർ സിംഗുലർ, പ്ലൂരൽ പ്ലൂരൽ. SVO എന്നുള്ള സ്ട്രക്ചറുള്ള ഒരു സെന്റൻസ് ഇല്ലേ, അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഇതിനൊപ്പം വരുന്ന വെർബും സബ്ജക്റ്റിനോട് ഒത്തുപോകാൻ വേണ്ടിയിട്ട്, ആ എഗ്രിമെന്റ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെർബും പ്ലൂരൽ ആകേണ്ടതുണ്ട്. ഇതിനെയാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുക. അപ്പൊ എന്താ സിംഗുലർ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ? സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമുള്ള അവസ്ഥയാണ് ഏകവചനം എന്ന് മലയാളത്തിൽ പറയും. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉള്ള അവസ്ഥയാണ് ബഹുവചനം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ബഹുവചനവും ഏകവചനവും, സിംഗുലറും പ്ലൂരലും. ഓക്കെ, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സിംഗുലറും പ്ലൂരലും വരുന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ കാറ്, കാർസ് അല്ലെ, പെന്ന്, പെൻസ്, അതിന്റെ സിംഗുലറും പ്ലൂരലും ഫോം. എങ്ങനെ ഈ വെർബിനെ സിംഗുലർ ആക്കുന്നത്? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വെർബിനെ സിംഗുലർ ആക്കാൻ അതിന്റെ ബേസ് ഫോമിനോട് യെസ് അല്ലെങ്കിൽ ES രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. വെർബ് എന്താവും? സിംഗുലർ ആവും. ആഡ് an S or ES to the base form of the verb to get its singular form. യെസ്സും ESും ചേരാത്ത അവസ്ഥയെ പ്ലൂരൽ ഫോം എന്നും യെസ്സും ESും ചേർന്നിരിക്കുന്ന വെർബിന്റെ അവസ്ഥയെ അതിന്റെ സിംഗുലർ ഫോം എന്നും വിളിക്കും. മനസ്സിലായോ? യെസ്സും ESും ചേർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ വെർബ് സിംഗുലർ ഫോമിലാവണം ആണ്. ഇനി അത് ചേരാത്ത അവസ്ഥയാണെങ്കിലോ അതിന്റെ പ്ലൂരൽ ഫോം എന്ന് വിളിക്കപ്പെടും. ഇവിടെ നോക്കിയേ, ദ ചൈൽഡ് പ്ലേസ് ഇൻ ദ പാർക്ക്. ആ വെർബ് ശ്രദ്ധിക്കണേ, പ്ലേസ് ഇൻ ദ പാർക്ക്. കുട്ടി പാർക്കിൽ കളിക്കുന്നു. ഇവിടെ ഒരു കുട്ടിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അല്ലെ, ചൈൽഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ചൈൽഡ് സിംഗുലർ ആണ്, ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. അപ്പം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രവൃത്തി ചെയ്യുന്ന ആളാണല്ലോ സബ്ജക്റ്റ്. ഇവിടെ കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന കുട്ടിയാണ്, കുട്ടി ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയാൽ സ്വാഭാവികമായും അതിനൊപ്പം വരുന്ന വെർബും എന്താവണം? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി സിംഗുലർ ആവണം. ഇവിടെയും സിംഗുലർ വെർബാ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലേയുടെ കൂടെ പ്ലേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അതിന്റെ ബേസ് ഫോമിൽ അത് പ്ലൂരൽ ഫോം ആയിട്ട് അറിയപ്പെടുന്നത്. ആ പ്ലൂരൽ ഫോമിനെ നമ്മൾ സിംഗുലർ ആക്കാൻ അതിന്റെ കൂടെ ഒരു S ഇട്ടാൽ മതി. ഇപ്പൊ ഇത് സിംഗുലർ ആയി. ഇവിടെ ഇത് സിംഗുലർ ഫോമിലാണ് കിടക്കുന്നത് കണ്ടോ, സിംഗുലർ. ഇപ്പൊ എന്തായി? സിംഗുലർ സബ്ജക്ട് സമം സിംഗുലർ വെർബ്. ഇപ്പൊ ഇത് കറക്റ്റ് ആയി. ഇവിടെ നോക്കിയേ, ഷീ വാക്സ്, അവൾ എന്നാ പറഞ്ഞിരിക്കുന്നേ. അവള് സിംഗുലറാ, അതുകൊണ്ട് വെർബും സിംഗുലർ ആവേണ്ടത് കൊണ്ട് വാക്ക് അതിന്റെ പ്ലൂരൽ ഫോം ആണ്. വാക്കിന്റെ കൂടെ പ്ലൂരൽ ഫോമിന്റെ കൂടെ S ചേർത്തപ്പോ അത് സിംഗുലർ ആയി. ഇപ്പൊ സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വെർബ്. എന്നാൽ നേരെ മറിച്ച് ഈ രണ്ട് സെന്റൻസിലേക്ക് വരുമ്പോ ഇവിടെ ക്രിയ ചെയ്യുന്നത് ഒരു കുട്ടിയല്ല, പകരം കുട്ടികളാണ്. ചിൽഡ്രൻ എന്നാ കൊടുത്തിരിക്കുന്നത്. ചിൽഡ്രൻ എന്നത് ചൈൽഡിന്റെ പ്ലൂരൽ ഫോം ആണ് കേട്ടോ. ചിലരുടെയെങ്കിലും ഒരു അബദ്ധ ധാരണയുണ്ട്, ചിൽഡ്രൻ എന്നുള്ളത് സിംഗുലർ ആണ്. ഇനി നമ്മൾ അതിനെ പ്ലൂരൽ ആക്കാൻ വേണ്ടി വീണ്ടും ഒരു S ചേർക്കണം എന്നൊരു ധാരണയുണ്ട്. അത് തെറ്റാണ് കേട്ടോ. ചിൽഡ്രൻ ഈസ് ഓൾറെഡി ഇൻ ഇറ്റ്സ് പ്ലൂരൽ ഫോം. പിന്നെ നമ്മൾ അത് വീണ്ടും S ചേർത്ത് പ്ലൂരൽ ആക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത് പ്ലൂരൽ ആയതുകൊണ്ട് വെർബിന്റെ കൂടെ എസും ES ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. കാരണം വെർബിനെ സിംഗുലർ ആക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, പ്ലൂരൽ ആയിട്ട് തന്നെ നിലനിർത്തിയാൽ മതി. ESും ESും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വെർബ്. ഇപ്പൊ കറക്റ്റ് ആയി. ഇവിടെയും അതുപോലെ തന്നെയാണ്. അവർ സ്കൂളിലേക്ക് എല്ലാ ദിവസവും നടക്കുകയാണെന്നാ പറയുന്നത്. അവർ എന്നുള്ളത് ഒന്നിലധികം ആൾക്കാരാണ്, പ്ലൂരൽ ആണ്. അതുകൊണ്ട് വാക്കെന്ന് മാത്രം മതി. പ്ലൂരൽ സമം പ്ലൂരൽ. ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഇനി മെയിൻ വെർബുകൾക്ക് മാത്രമല്ല കേട്ടോ ഈ സിംഗുലർ പ്ലൂരൽ ഫോംസ് ഉള്ളത്. നമ്മൾ ഓക്സിലറി വെർബ്സിന്റെ ലിസ്റ്റ് കണ്ടില്ലായിരുന്നോ? പ്രൈമറി ഓക്സിലറീസ്. ഈ പ്രൈമറി ഓക്സിലറീനെ സംബന്ധിച്ചും അവയ്ക്കും കൃത്യമായിട്ടുള്ള സിംഗുലർ പ്ലൂരൽ ഫോംസ് ഉണ്ട്. ഇവിടെ ഈ ബ്ലൂ ഫോണ്ടിൽ കൊടുത്തിരിക്കുന്നത് സിംഗുലർ ആയിട്ട് മാത്രം ഇംഗ്ലീഷിൽ പരിഗണിക്കപ്പെടുന്ന ആൾക്കാരാണ്, ഓക്സിലറി വെർബ്സ് ആണ്. ഇവിടെ ആം ഉണ്ട്, ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, ഇവിടെ ഹാസ് ഉണ്ട്, ഇത് ഡസ് ഉണ്ട്. ഇതൊക്കെ സിംഗുലർ ആണ് കേട്ടോ, സിംഗുലർ ആണ്. നേരെ മറിച്ച് ഈ റെഡ് ഫോണ്ടിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം പ്ലൂരൽ ആണ്.
ഈസിന്റെ ചേട്ടനാണ് ആറ്, ഈസ് സിംഗുലർ ആണെങ്കിൽ ആറ് പ്ലൂരൽ ആണ്. വാസിന്റെ ചേട്ടനാണ് വേറെ, വാസ് അനിയനാണെങ്കിൽ വേറെ പ്ലൂരൽ ആണെന്ന് മനസ്സിലാക്കുക. ഹാസ് ആണ് അനിയൻ, ചേട്ടമുള്ളി എന്ന് പറയുന്നത് ഹാവ് ആണ്, ഹാവ് ആണ് പ്ലൂരല്, ഹാസ് സിംഗുലർ ആണ് ചോട്ട. ഇവിടെ ഡസ് ആണ് അനിയൻ, ഡു ആണ് ചേട്ടൻ, ഡു പ്ലൂരൽ ആണ്, ഡസ് ചോട്ടയാണ്, സിംഗുലർ ആണ്, മനസ്സിലാക്കുക. ഇനി മോഡൽ വെർബ്സ് കൃത്യമായിട്ടുള്ള പ്ലൂരൽ സിംഗുലർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ദേ ഡു നോട്ട് ചേഞ്ച് ബേസ്ഡ് ഓൺ സിംഗുലർ ഓർ പ്ലൂരൽ സബ്ജക്ട്. അതിപ്പം നമ്മൾ മോഡൽ വെർബ് ഒരു 9ഓളം ആൾക്കാരുണ്ടെന്ന് പഠിച്ചു. ഈ മോഡൽ വെർബിന് നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വന്നാലും പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ വന്നാലും കുഡ് കുഡാണ്, ക്യാന് ക്യാനാണ്, ഷാല് ഷാലാണ്, അതങ്ങനെ തന്നെ നിലനിൽക്കും എന്നും കൂടി പഠിച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഏതാനും ചില സെന്റൻസുകളിൽ ചില തെറ്റുകളുണ്ട്, ചിലതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ പോസ് ചെയ്ത് അതിന്റെ ശരി ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കണ്ടുപിടിക്കാം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണോ ശരി അല്ലെ ഞാൻ പറഞ്ഞതാണോ ശരി എന്ന് നോക്കുക. ഓക്കെ, the data is or are being analyzed. അനലൈസ്ഡ് സ്പെല്ലിംഗ് ഇവിടെ Z എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് സെഡ് വരിക. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്, ഓട്ടോ കറക്ഷൻ കൊണ്ടുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അനലൈസ്ഡ് എന്നുള്ളത് S ആണ് കേട്ടോ. അനലൈസ്ഡ് വിവരങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യപ്പെടുന്നു അല്ലെ വിശകലനം ചെയ്യപ്പെടുന്നു. ഡാറ്റ സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? ചിലരെങ്കിലും സിംഗുലർ ആണെന്നൊരു അഭിപ്രായം ഉള്ളവരുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. ഡാറ്റ എന്ന പദം ഇംഗ്ലീഷിൽ പ്ലൂരൽ ആണ് എന്ന് മനസ്സിലാക്കുക. പല സാഹചര്യങ്ങളിൽ നമ്മൾ ഡാറ്റാസ് എന്ന് പറയാറുണ്ട്. അത് ശുദ്ധ അബദ്ധമാണ്, അത് തെറ്റാണ്, ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ഈ ഡാറ്റ പോലുള്ള അല്ലെങ്കിൽ ഡാറ്റ മീഡിയ പോലുള്ള പദങ്ങൾ അത് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന വാക്കുകളാണ്. അവയെ സംബന്ധിച്ച് അവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗുലർ ഫോമും പ്ലൂരൽ ഫോമും ഉണ്ട്. ഈ ഡാറ്റയെ സംബന്ധിച്ച് അതിന്റെ സിംഗുലർ ഫോം എന്ന് പറഞ്ഞാൽ ഡാറ്റും എന്നാണ്. ഈ ഡാറ്റും എന്ന ഈ പദത്തിന്റെ പ്ലൂരൽ ഫോമാണ് ഡാറ്റ. ഡാറ്റ എന്നത് ഓൾറെഡി പ്ലൂരൽ ആണ്. അപ്പൊ പിന്നെ ഡാറ്റാസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഡാറ്റ എന്ന് പറഞ്ഞാൽ തന്നെ വിവരങ്ങൾ എന്നാണ്. അപ്പൊ ഇവിടെ പ്ലൂരൽ ആയതുകൊണ്ട് വെർബ് നമുക്ക് സിംഗുലർ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. ആറായിട്ടുള്ള പ്ലൂരൽ നമ്മൾ നേരത്തെ കണ്ടു. ഈസിന്റെ ചേട്ടനാണ് ആറ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ആറ് തിരഞ്ഞെടുത്തു, അതാണ് കറക്റ്റ്. ഓക്കെ, ഇവിടെ നോക്കിയേ. രണ്ടാമത്തതില് മൈ ഫ്രണ്ട് ആൻഡ് മൈ കൊളീഗ്, ഇവിടെ ഒരു സ്പേസിന്റെ ആവശ്യമുണ്ട്. വാസ് അല്ലെങ്കിൽ വേറെ ഇൻവൈറ്റഡ് ടു ദ സെമിനാർ. എന്റെ ഫ്രണ്ടും എന്റെ സഹപ്രവർത്തകനും സെമിനാറിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞു. രണ്ടുപേരും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഒരാള് മാത്രമാണോ? അല്ല, രണ്ടുപേരും ഉണ്ടേ. അങ്ങനെ രണ്ടുപേരും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ നമ്മൾ അതിനെ ഒരു പേര് വിളിക്കും, കോമ്പൗണ്ട്. എന്ത് വിളിക്കും? കോമ്പൗണ്ട് പ്ലൂരൽ സബ്ജക്ട്സ് എന്ന് വിളിക്കും കേട്ടോ. കോമ്പൗണ്ട് പ്ലൂരൽ സബ്ജക്ട്സ്. ഇതൊരു കോമ്പൗണ്ട് പ്ലൂരൽ സബ്ജക്ട്സ് ആയതുകൊണ്ട് ഇതിൽ മൈ ഫ്രണ്ട് വരുന്നുണ്ട്, മൈ കൊളീഗും വരുന്നുണ്ട്. സബ്ജക്ട് കോമ്പൗണ്ട് പ്ലൂരൽ ആയതുകൊണ്ട് വെർബും പ്ലൂരൽ ആവണം. അതുകൊണ്ട് വേറെ തിരഞ്ഞെടുത്തു. The news is അല്ലെങ്കിൽ are quite shocking. ന്യൂസ് എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ. ആ നൗൺസ് എപ്പോഴും സിംഗുലർ ആയിട്ടാണ് ഇംഗ്ലീഷിൽ പരിഗണിക്കപ്പെടുന്നത്. ന്യൂസ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് കൊടുത്തു. ഈസ് ആണല്ലോ സിംഗുലർ. ഇപ്പൊ കറക്റ്റ് ആയി. ഇവിടെയും ദ മീഡിയ ഹാസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. മീഡിയ എന്നത് മീഡിയം എന്ന വാക്കിന്റെ പ്ലൂരലാണ് മീഡിയ. പിന്നെ വീണ്ടും മീഡിയാസ് എന്ന് പറയണോ? വേണ്ട കേട്ടോ, തെറ്റാണ്. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയ തന്നെ മീഡിയാസ് എന്ന് പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? അത്തരത്തിലുള്ള ഒരു ഉപയോഗം ശരിയല്ല. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പ്രകാരം ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. മീഡിയം എന്ന വാക്കിന്റെ പ്ലൂരലാണ് മീഡിയ. മീഡിയ പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹാസ് പറ്റുമോ?
ഹാസിന്റെ ചേട്ടനായിട്ടുള്ള ഹാവിനെ വിളിച്ചു വരുത്തണം അല്ലെ, എന്നാലേ അത് ശരിയാവുള്ളൂ. ഹാവ് വന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ ഇത് ഹാവ് ആക്കണം. യെസ്. ഇവിടെ മൈ ഫാമിലി ലവ് സ്പെൻഡിങ് ടൈം ടുഗദർ. ഇവിടെ ഫാമിലി എന്ന് പറയുന്നത് ആരാ? എന്റെ കുടുംബം. എനിക്ക് ഒരു കുടുംബമല്ലേ ഉള്ളൂ, ഒറ്റ കുടുംബത്തിന്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പൊ സബ്ജക്ട് സിംഗുലറാ. സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആവണം. അപ്പം ഇതിപ്പം വെർബ് പ്ലൂരൽ ഫോമിൽ എവിടെ കിടക്കുന്നത്, അതിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ചേർത്താ മതി. ലവ്സ് എന്നായി മാറും. മൈ ഫാമിലി ലവ്സ് എന്നാ. ഇപ്പൊ ഇത് സിംഗുലർ ആയി. വെർബിനെ സിംഗുലർ ആക്കാൻ എസ് ചേർത്താ അല്ലെങ്കിൽ എസ് ചേർത്താ മതി എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഓക്കെ. മൈ ഫ്രണ്ട് ലൈക്ക് ഐസ്ക്രീം. തെറ്റാണ്. ലൈക്ക് എന്ന് പറയില്ല. ലൈക്സ് കാരണം എന്റെ ഫ്രണ്ട് ഒരാളേ ഉള്ളൂ. എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ല. ഫ്രണ്ട്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ലൈക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന് മനസ്സിലാക്കുക. The teacher teaches English well. എന്നെ കുറിച്ച് പറഞ്ഞതാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? The teacher teaches English well. ഇവിടെ ടീച്ചർ, ഒരു ടീച്ചറിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആണ് കേട്ടോ. ടീച്ചേഴ്സ് എന്നല്ല പറഞ്ഞു, ടീച്ച് എന്ന് മാത്രമല്ല. അപ്പൊ ഇത് ശരിയാണ്, അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പഠിച്ചു അല്ലെ? ഓക്കെ. ഇതാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ബിഗിനർ എന്ന നിലയിൽ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു നിയമമാണിതെന്ന് മനസ്സിലാക്കുക. യെസ്. നമുക്ക് ഒരു സെന്റൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമ്പോണൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഒരു സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ സബ്ജക്റ്റും വെർബും ഒത്തൊരുമേ പോകണമെന്നതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എത്ര ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ടെന്നാണ്. എത്ര തരത്തിലുള്ള വാക്യങ്ങളുണ്ട് നമുക്ക് നോക്കാം. യെസ്. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ഓരോ സെന്റൻസിന്റെയും സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷിലെ സെന്റൻസുകളെ, വാക്യങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തതിനെ പറയും സിമ്പിൾ സെന്റൻസ്, രണ്ടാമത്തതിനെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് വിളിക്കും, മൂന്നാമത്തതിനെ കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ്. ഇത് എന്തിന്റെ മാനദണ്ഡത്തിലാന്ന് ചോദിച്ചാൽ അവയുടെ സ്ട്രക്ചറിന്റെ മാനദണ്ഡത്തിലാണ് കേട്ടോ തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണെങ്കിൽ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അതായത് സാധാരണ നമ്മളൊരു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന വളരെ സിമ്പിൾ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സെന്റൻസിനെയാണ് ഇംഗ്ലീഷില് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട്, സിമ്പിൾ ആണ് അല്ലെ. രണ്ടാമത്തത് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയും. രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വാക്യങ്ങളെ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് ചേർത്ത് നിർത്തി ഒരു വലിയ സെന്റൻസ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുണ്ടാവുന്ന സെന്റൻസുകളെ കോമ്പൗണ്ട് സെന്റൻസുകൾ എന്നാ വിളിക്കുക. അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന രണ്ട് വാചകങ്ങൾ. ആ രണ്ട് വാചകങ്ങളെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ബന്ധിപ്പിച്ച് വലിയൊരു സെന്റൻസ് ആക്കി മാറ്റുക എന്ന് വിചാരിക്കട്ടെ, ആ ഉണ്ടാകുന്ന വലിയ സെന്റൻസിനെയാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുക. അതൊക്കെ ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, നമ്മൾ ഈ ഓർ, ആൻഡ്, ബട്ട്, ഫോർ തുടങ്ങിയ ആൾക്കാരില്ലേ, അവരൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ആൻഡ്, ഓർ ഒക്കെ എന്തിനു ഉപയോഗിക്കുന്ന അറിയാലോ, ബന്ധിപ്പിക്കാനാണ് അല്ലെ. ബന്ധിപ്പിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻ എന്ന് പറയാം. ഇവിടെ നോക്കിയേ, ഷീ റീഡ്സ് ബുക്സ്, ഇതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഹി റൈറ്റ്സ് സ്റ്റോറീസ്, ഇതും ഒരു ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന രണ്ട് ക്ലോസുകളാണ്. ഈ ക്ലോസുകളെ ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് വലിയൊരു സെന്റൻസ് ആക്കി ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. ഇപ്പൊ ഇതെന്തായി മാറി എന്നറിയോ? കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറി. മൂന്നാമത്തെ തരമാണ് കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് കുറച്ച് കട്ടിയുള്ളതാന്ന് തോന്നുന്നു, കുറച്ച് പ്രശ്നക്കാരനാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കോംപ്ലക്സ് സെന്റൻസ് contains one independent clause and one or more dependent clause. ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആശ്രയിച്ച് നിൽക്കുന്ന ഏതൊരാളെ. ഇപ്പൊ ഞാൻ എന്റെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്താ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയെ ആശ്രയിച്ചാ നിൽക്കുന്ന എന്നാ അതിന്റെ അർത്ഥം അല്ലെ. ഇപ്പൊ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ആശ്രിതനാണ്. ആശ്രയിച്ച് നിൽക്കുന്ന ഏതൊരാളെ നമുക്ക് ഡിപ്പെൻഡന്റ് എന്ന് പറയാം. ഇപ്പൊ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാലോ ആശ്രയിച്ച് നിൽക്കുന്ന വാചകങ്ങൾ അല്ലെ.
അപ്പൊ ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ സ്ട്രക്ചർ പരിശോധിക്കുമ്പോ അതിനകത്ത് എന്തുണ്ടാകും? സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു ക്ലോസ് ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ ഒരെണ്ണമോ അല്ലെങ്കിൽ രണ്ടെണ്ണമോ ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും കാണും. ഇവിടെ നമുക്ക് നോക്കാം. ഈ ഷീ റീഡ്സ് ബുക്സ്, അവൾ ബുക്കുകൾ വായിക്കുന്നു. ഇതാണ് കൺജങ്ഷൻ. ഇത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഈ ബിക്കോസ് എന്നുള്ളത് ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഇവിടെ നോക്കിയേ, ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ക്ലോസും അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഡിപ്പെൻഡന്റ് ക്ലോസും ഉൾപ്പെടുന്നതാണ് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഈ സബോർഡിനേറ്റ് കൺജങ്ഷന്റെ തൊട്ട് മുമ്പിൽ ഞാനൊരു വര ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ ഷീ റീഡ്സ് ബുക്സ്, അവൾ ബുക്കുകൾ വായിക്കുന്നു. അവൾ ബുക്കുകൾ വായിക്കുന്നു. ഇത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലേ? ആരുടെയെങ്കിലും സഹായം വേണോ? വേണ്ട. ഇതെന്താണ്? അപ്പം ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ, സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ക്ലോസ് ആണ്. നമുക്ക് IC എന്ന് കൊടുക്കാം, ഇൻഡിപെൻഡന്റ് ക്ലോസ്. പക്ഷെ നേരെ മറിച്ച് ബിക്കോസിൽ തുടങ്ങുന്ന ബിക്കോസ് ഷീ ലവ്സ് സ്റ്റോറീസ് എന്നത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആണോ? ഞാനിപ്പോ ബിക്കോസിലൊക്കെ ഒരു സെന്റൻസ് ആരെങ്കിലും തുടങ്ങുമോ? ബിക്കോസ് ഷീ ലവ് സ്റ്റോറീസ്, ആ ബിക്കോസിനെ കട്ട് ചെയ്യരുത്, ബിക്കോസ് അടക്കം കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഷീ ലവ് സ്റ്റോറീസ്, കാരണം അവൾ ബുക്കുകൾ വായിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റും? അത് എന്ത് കാരണമാണെന്ന് പറയണ്ടേ? അതും കൂടി പറഞ്ഞാലല്ലേ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. കാരണം ഈ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ക്ലോസിന്റെ കൂടെ നിന്നാൽ മാത്രമേ ഈ ഡിപ്പെൻഡന്റ് ക്ലോസിന് എക്സിസ്റ്റൻസ് ഉള്ളൂ, മീനിങ് ഫുൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതാണ് കോംപ്ലക്സ് സെന്റൻസ്. ഇങ്ങനെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ എക്സാമിന് ഏതാ സ്ട്രക്ചർ എന്നൊന്നും ചോദിക്കത്തില്ല, പക്ഷെ ഗ്രാമർ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാൻ നമ്മൾ ഈ സ്ട്രക്ചറും ഈ സെന്റൻസിന്റെ ഘടനയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. SSCക്ക് ഒരിക്കലും ഒരു സെന്റൻസ് വന്നിട്ട് ഇത് കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് ആണോ, സിമ്പിൾ ആണോ, അങ്ങനെയൊന്നും ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങളോട് ചോദിക്കത്തില്ല കേട്ടോ. മറിച്ച് നമ്മളിനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് അത് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിശീലനം തരുന്നത്, കണ്ടെത്താനും അതുപോലെ ഇതിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യാനും ഒക്കെ. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. ഇനി നേരത്തെ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് വിഭജിച്ചതായിരുന്നു കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ സെന്റൻസുകളെ തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിൽ ഇംഗ്ലീഷിലെ സെന്റൻസുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തതിനെ നമ്മൾ വിളിക്കും ഡിക്ലറേറ്റീവ് സെന്റൻസസ്. മറ്റൊരു പേരും കൂടിയുണ്ട്, അസർട്ടീവ് സെന്റൻസ്. ഒന്നുമില്ല, പ്രസ്താവന രൂപത്തിലുള്ള വാചകങ്ങളെയാണ്, അതായത് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന പ്രസ്താവന രൂപത്തിലുള്ള വാചകങ്ങളെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഐ ലവ് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഇഷ്ടമാണോ എന്നൊന്നും ചോദിക്കുന്നില്ല, ഇഷ്ടമാണ്, ആണ് അല്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്നില്ലേ, അതിനെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. രണ്ടാമത്തതിനെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അതായത് ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങളെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കും. ഇംപെറേറ്റീവ് സെന്റൻസസ്, നമുക്ക് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാചകങ്ങൾ, gives a command or request. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് കമാൻഡ്സ്, റിക്വസ്റ്റുകള്, സജഷൻസ്, അഡ്വൈസ്, ഇതൊക്കെ അടങ്ങുന്ന സെന്റൻസുകളെയാണ് ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നത്. പ്ലീസ് ബ്രിങ് മീ ഐസ്ക്രീം, പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ, ഗെറ്റ് ഔട്ട്, കം ഇൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, അല്ലെ ഉപദേശങ്ങൾ കൊടുക്കാറില്ലേ? ഇതൊക്കെ ഇംപെറേറ്റീവ് സെന്റൻസസ് ആണ് കേട്ടോ. ഇംപെറേറ്റീവ് സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ്, ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ കൺവേ ചെയ്യുന്ന വാചകങ്ങൾ. ഉദാഹരണം, വാട്ട് എ നൈസ് ഡേ, എന്തൊരു മനോഹരമായ ദിവസമാണ് അല്ലെ, വാട്ട് എ നൈസ് ഡേ. അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഇന്ന സെന്റൻസ് ആണെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറയും നമുക്ക് ഇനി ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസിനെ ഇന്ന രീതിയിലേക്ക് മാറ്റുന്നത് പഠിക്കാം.
അല്ലെങ്കിൽ ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, ആ രീതിയിൽ കാണണം, ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടല്ലോ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചോദ്യങ്ങളാണ്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമാൻഡ്സ് ആണ്, റിക്വസ്റ്റ് ആണ്, സജഷൻസ് ആണ്. അപ്പൊ ഇനി ഇതുപോലുള്ള ടേംസ് മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. എന്താ ഏതാണെന്ന് വിശദീകരിക്കത്തില്ല, പകരം ഈ ടേംസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ച് ഒരുങ്ങി വരിക കേട്ടോ. ഓക്കെ, ഇത്ര മാത്രമേ ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളൂ. ഇത് ഇംഗ്ലീഷിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന കുറച്ച് കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതിന് നല്ല കൃത്യമായ അവബോധം ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ വളരെ തെളിമയോടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. യെസ്, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഹാപ്പി ലേണിംഗ്.